നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം ഇവിടെ ദർശന സമയം ശരിയായി അറിയില്ലെങ്കിൽ നമ്മളുടെ സമയം നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സിമ്പിളായി ക്ഷേത്ര ദർശന സമയങ്ങൾ മുഴുവനായി ഞാനൊന്ന് വിശദീകരിക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്ന കണക്ക് എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. രാവിലെ 5 മണിക്ക് ക്ഷേത്രം തുറക്കും. 5 മണി മുതൽ 6:30 വരെ ശാന്തമായ ഒരു സമയമാണ്. വളരെ കുറവ് തിരക്കുകൾ അനുഭവപ്പെടാം. സമാധാനപരമായ ഒരു ദർശനം നമുക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. 6:30 തൊട്ട് പൂജകൾ തുടങ്ങും. ഇതിൽ രാവിലെ 8 മണിക്കാണ് രാവിലത്തെ മംഗളാരതി. ആ സമയത്ത് അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടാം കേട്ടോ. രാവിലെ 9:30 മുതൽ ഉച്ച പൂജകൾ തുടങ്ങും. 11 മണിക്കാണ് മഹാമംഗളാരതി. ആ സമയത്തും അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടാം. ഉച്ചയ്ക്ക് 1:30-ക്ക് ക്ഷേത്രം അടയ്ക്കുന്നതാണ്. വീണ്ടും 3 മണിക്ക് ക്ഷേത്രം തുറക്കും. 3 മണി മുതൽ രാത്രി 6 വരെയുള്ള സമയം, അതിൽ 3 ടു 4:30 വരെ വളരെ തിരക്ക് കുറവാണ്. സ്മൂത്തായിട്ട് നമുക്ക് ദർശനം ചെയ്യാനായി പറ്റും കേട്ടോ. ഈ ഒരു സമയം ഞാൻ കൂടുതലും ആൾക്കാരെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, വൈകുന്നേരം 3 മണിക്കാണ് പിന്നീട് അമ്പലം തുറക്കുന്നത്. വൈകിട്ട് 6:30 വരെയുള്ള ആ ഒരു സമയത്തിൽ 3 മണി തൊട്ട് 4:30 വരെയുള്ള ആ ഒരു സമയം നിങ്ങൾ മാക്സിമം ദർശനത്തിനായി പോകാനായി ശ്രമിക്കുക കേട്ടോ. നല്ലൊരു ദർശനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് അമ്മ തരുന്നതാണ്. 6:30-ക്ക് പ്രദോഷ പൂജ തുടങ്ങും. 7:30-ക്കാണ് പിന്നീട് രാത്രി മംഗളാരതി. ഈ സമയം നല്ല അടിപൊളി ദൈവീകമായ ഒരു അന്തരീക്ഷമായിരിക്കും അവിടെ. നല്ല തിരക്ക് സ്വാഭാവികമായിട്ടും അനുഭവപ്പെടാം. രാത്രി 8 മണി മുതൽ പ്രധാന ചടങ്ങുകൾ തുടങ്ങും. 8 മണിക്ക് ബലി മംഗളാരതി. രാത്രി 8:15-ന് രാത്രി ബലി. പിന്നീട് 8:45-നാണ് കഷായ മംഗളാരതി. ഈ സമയം ദർശനം നടത്തിയാൽ അത് വേറൊരു ഫീലാണ് കേട്ടോ. നമ്മൾ ശരിക്കും വേറൊരു ലോകത്തേക്കായി പോകും. രാത്രി 9 മണിക്ക് ക്ഷേത്രം അടയ്ക്കുന്നതാണ്. മൂകാംബികാ ദർശനത്തിനായി നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ മാക്സിമം ദിവസങ്ങളിലായി വരാൻ ശ്രമിച്ചാൽ നല്ല തിരക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ദിവസങ്ങളിലും ഇവിടെ നല്ല തിരക്കുകൾ അനുഭവപ്പെടാം. അമ്മ വിളിച്ചാൽ മാത്രം എത്താൻ സാധിക്കുന്ന ഒരു പുണ്യഭൂമിയാണിത്. മനഃശുദ്ധിയോടെ നിഷ്കളങ്ക ഭക്തിയോടെ അമ്മയെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അമ്മ വിളിക്കും. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവാനും അമ്മയുടെ ഈ സന്നിധിയിലേക്ക് എത്തിച്ചേരാനും സാധിക്കട്ടെ. മൂകാംബിക ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമാണ് അമ്മയുടെ ഇവിടുത്തെ അന്നപ്രസാദം. ഇവിടെ 2 നേരം എല്ലാ ദിവസവും നമുക്ക് അമ്മയുടെ അന്നപ്രസാദം ലഭിക്കുന്നതാണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2:30 വരെയും രാത്രി 8 മണി മുതൽ 9:30 വരെയുമാണ് നമുക്കിവിടെ അന്നപ്രസാദം കിട്ടുന്നത്. 1200 വർഷങ്ങൾക്ക് മുൻപ് ശ്രീ ശങ്കരാചാര്യരാണ് ഇവിടെ അന്നപ്രസാദം ആരംഭിച്ചത് എന്ന് പറയപ്പെടുന്നു. ആയിരക്കണക്കിന് ഭക്തർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. കൂടുതൽ ആൾക്കാരും ഇവിടെ നിലത്തിരുന്ന് കഴിക്കുന്നത് നമുക്ക് കാണാനായി സാധിക്കും. എന്നിരുന്നാലും നിലത്തിരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഇരിക്കാൻ പ്രത്യേക ബെഞ്ചുകൾ പോലെ സൗകര്യമുണ്ട് കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അമ്മയുടെ സന്നിധിയിലെത്താനും അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമായ അന്നപ്രസാദം കഴിക്കാനും എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ. പുണ്യഭൂമിയാണിവിടം, അതിലൊരു സംശയവുമില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു തിരുസന്നിധിയിൽ എത്താനായി പ്രാർത്ഥിക്കുക കേട്ടോ. ഇവിടെ എത്തിയവർക്ക് വീണ്ടും വരാനായി സാധിക്കട്ടെ. അങ്ങനെ എല്ലാ രീതിയിലും എല്ലാവർക്കും വേണ്ടിയിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അമ്മയുടെ ഈ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പോവുകയാണ്. ഇതുവരെ ദർശനത്തിനായി ഇവിടെ എത്താൻ സാധിക്കാത്തവർക്കും ഇവിടെ ദർശനത്തിനായി വന്നിട്ട് ഇനി വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായും അമ്മ വിളിച്ചിവിടെ എത്തിച്ചേക്കണമേ എന്ന്. ധാരാളമുണ്ട് അമ്മയുടെ കാര്യങ്ങൾ പറയാനായി. മൂകാംബിക ക്ഷേത്രത്തിൽ ഈ സരസ്വതി മണ്ഡപത്തിന് ഇത്ര പ്രാധാന്യം വരാനുള്ള കാരണം എന്തായിരിക്കും? ഭഗവതി ആദിപരാശക്തി മൂകാംബികാ ദേവി വൈകുന്നേരം പുറത്തെഴുന്നള്ളിയാൽ ഭഗവതി വന്നിരിക്കുന്ന സ്ഥലമാണ് ഈ സരസ്വതി മണ്ഡപം. പണ്ട് ഓലകവാദ്യ മണ്ഡപം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഭഗവതി വൈകുന്നേരം ശിവേലി സമയത്ത് ഭഗവതി ഇങ്ങനെ സരസ്വതി മണ്ഡപത്തിലിരുന്ന്, ഭഗവതിക്ക് ആ സമയത്ത് അഷ്ടവാദ്യമേള സേവയുണ്ട്. ആ സമയത്ത് നമ്മളും ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ലയിച്ചു പോകും. കാണേണ്ട, അനുഭവിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണത്. അപ്പോൾ ഭക്തരെ കാണാനും അനുഗ്രഹിക്കാനുമായി ദേവി പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു വിശിഷ്ട സ്ഥാനമായിട്ടാണ് സരസ്വതി മണ്ഡപത്തെ കാണുന്നത്. ദേവിയുടെ സാന്നിധ്യം എല്ലാ ശക്തിഭാവത്തോടു കൂടിയ പ്രകടമാകുന്ന ഈ സ്ഥാനത്ത് കുട്ടികളും മുതിർന്നവരും കലാസാഹിത്യമായിട്ടുള്ള സിനിമാ മേഖലയിലുള്ള എല്ലാ പ്രശസ്തരുമൊക്കെ വന്ന് ദേവിയുടെ അനുഗ്രഹം മേടിക്കുന്നത് സാധാരണ കാഴ്ച തന്നെയാണ്. നമ്മുടെ എല്ലാമാണ് മൂകാംബിക അമ്മ. ആ അമ്മയുടെ പുണ്യഭൂമിയായ ഇവിടെ കാൽ തൊടാനും അമ്മയെ അനുഭവിച്ചറിയാനും അമ്മയുടെ ദർശനം കിട്ടാനും
എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. അമ്മേ ശരണം, ദേവീ ശരണം, മൂകാംബിക അമ്മേ ശരണം. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചാനൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് വളരെ എളുപ്പത്തിൽ ദർശനം നടത്തി ഒരു ദിവസം സ്റ്റേയും ചെയ്ത് തിരിച്ചു വരാൻ സാധിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടൊരു ചെറിയ വ്ളോഗ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കത് ഉപകാരപ്രദമാവും. ഉപകാരപ്രദമായെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്താൻ ഇത് ഷെയറും ചെയ്യണം. കാരണം ഒരുപാട് ആൾക്കാരിലേക്ക് ഇതെത്തി ഒരുപാട് ആൾക്കാർ മൂകാംബിക അമ്മയുടെ ഒരു സന്നിധിയിലേക്ക് എത്താൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും അമ്മയുടെ പൂർണ്ണ അനുഗ്രഹവും സംരക്ഷണയും ദർശനവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ. ഇവിടേക്ക് വരാനായി ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ സ്വന്തം ലോകമാതാവായ മൂകാംബിക അമ്മ സ്വപ്ന ദർശനം കൊടുക്കാനായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അമ്മേ ശരണം, ദേവീ ശരണം.